ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്ലാസ് 10 ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതായത് ഹിഡ്കി എന്ന് പറയുന്ന ഒരു ലഘുകഥ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ട്രാവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഒരു ട്രാവൽ, അതായത് ഒരു യാത്ര പോകുമ്പോൾ അതിൽ കാണുന്ന ഒരു കാഴ്ചയും അതിനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് പോയിൻറ്റ്സാണ് മെയിനായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് പാഠ് കാ നാം ക്യാ ഹെ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഹിഡ്കിയാണ്. കിസ് ഫിദാക്കി രചന ഹെ, ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണ്? ഇതൊരു ലഘു കഥയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിയാണ്. ഇനി റൈറ്ററിൻ്റെ പേര് നോക്കുകയാണെങ്കിൽ അഞ്ജു ഹർബന്ദ എന്നാണ് റൈറ്ററിൻ്റെ പേര്. നമുക്ക് റൈറ്ററെ കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. ओके, अंजू हरबंदा का जन्म दिल्ली में हुआ. वे अध्यापिका, लेखिका तथा रेडियो कलाकार है. लघुकथा, कविता, संस्मरण आदि विधाओं में वे कार्यरत है. उजली होती फॉर किंग्सवे कैब, दिल्ली नो आदि प्रकाशित कृतियां है. സാവിത്രി ഭായി ഫൂലെ സമ്മാൻ സെ പുരസ്കൃത ഹെ. അപ്പോൾ എന്താണ്, അഞ്ജു ഹർബന്ദ ജനിച്ചത് ദില്ലിയിലാണ്, അധ്യാപികയാണ്, റൈറ്ററാണ്, അതുപോലെ തന്നെ റേഡിയോയിൽ പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ആൾ കൂടിയാണ്. ലഘുകഥ, കവിത, സംസ്മരൺ എന്നീ കാറ്റഗറിയിലുള്ള രചനകളൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട രചനകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ സാവിത്രിഭായ് ഫൂലെ സമ്മാൻ, അങ്ങനെ ഒരു പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. സാവിത്രിഭായ് ഫൂലെ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അതായത് ഇന്ത്യയിൽ ഗേൾസ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് സാവിത്രിഭായ് ഫൂലെയാണ്. ഓക്കെ, അപ്പോൾ ആ പേരിലുള്ളൊരു പുരസ്കാരം അഞ്ജു ഹർബന്ദയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഈ പിക്ചറിൽ തന്നെ, പിക്ചർ മീൻസ് തസ്വീർ, ഈ പിക്ചറിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താണ്, ഇവരൊരു ട്രെയിൻ യാത്രയാണ്. ഒരു ട്രെയിനിൽ ഉള്ള ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ആ ട്രെയിനിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് ആ ഇൻസിഡൻറ്റ്, അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരാൾ നറേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ സ്റ്റോറി പോകുന്നത്. ഓക്കെ, അതായത് ഈ സ്റ്റോറിയിൽ നായക് അല്ലെങ്കിൽ ലേഖകൻ നറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ലേഖകൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നായകൻ എന്ന് പറയാം. ओके, होशियारपुर से शादी का बुलावा आया था. ट्रेन से जाना तय हुआ. सर्दी हल्की हल्की दस्तक देने लगी थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफ़र का आनंद लिया जाए. पहले बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए, पर फिर थोड़ी नानुकर के बाद मान गए. दिल्ली से लगभग 8 घंटे का सफ़र. सीट बुक दी तो ज़्यादा परेशानी नहीं हुई. बच्चों ने चढ़ खिड़की वाली सीट झपट ली. सारा सामान सेट कर मैम और पत्नी बातों में मशगूल हो गए. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാർപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഷാദി മീൻസ് മാരേജ്, ബുലാവ ആന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ വരിക. അതായത് ഹോഷിയാർപൂരിൽ നിന്ന് കല്യാണത്തിന് അല്ലെങ്കിൽ മാരേജിനുള്ളൊരു ഇൻവിറ്റേഷൻ വന്നു. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇൻവിറ്റേഷൻ ലേഖകന് കിട്ടി. ട്രെയിൻ സെ ജാന തേ ഹുവ. അപ്പം അവരെന്ത് തീരുമാനിച്ചു? ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ദൂരം ഉണ്ടായിരിക്കും, അതുകൊണ്ട് ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. തേ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുക. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗീതി. സർദി മീൻസ് തണുപ്പ്, തണുപ്പ് കാലം. ഹൽക്കി ഹൽക്കി എന്ന് വെച്ചാൽ പതിയെ പതിയെ. ദസ്തക് ദേന മുട്ടുക, ഉദ്ദേശിച്ചതാണ്. തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ എസി കെ ബജായ് ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. ഇസ്ലിയെ സോച്ച അതുകൊണ്ട് തീരുമാനിച്ചു. ചലോ ഇസ് ബാർ ഈ പ്രാവശ്യം എസി കെ ബജായേ ജനറൽ കോച്ച് സെ സഫർ കാ ആനന്ദ് ലിയാ ജായേ. എന്താണ്, എ സിക്ക് പകരം ജനറൽ കോച്ചിൽ പോകാമെന്നവർ തീരുമാനിച്ചു. ബജായ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം, എ സിക്ക് പകരം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിന് കാരണം എന്താണ്, തണുപ്പ് കാലം തുടങ്ങി. അപ്പം ആ ഒരു എ സിയിൽ പോകുന്ന എഫക്റ്റ് തന്നെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലും കിട്ടും. അതുകൊണ്ട് വെറുതെ ക്യാഷ് മുടക്കിയിട്ട് എ സിയിൽ പോകണ്ട, ജനറലിൽ പോകാമെന്ന് തീരുമാനിച്ചു.
पहले बीवी बच्चे जनरल से जाने पर कुछ नाराज़ हुए पर फिर थोड़ी ना नुकुर के बाद मान गए. അപ്പോൾ എന്താണ് ബീബി ബച്ചെ മീൻസ് വൈഫും കുട്ടികളും. അപ്പോൾ എന്താണ് വൈഫും കുട്ടികളും എന്താണ് നാരാസ് പോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ സമ്മതിച്ചില്ല. ആദ്യം അവർ ജനറൽ കോച്ചിൽ പോകാൻ അവർ സമ്മതിച്ചില്ല. അവർക്ക് എ സിയിൽ പോകുന്നതായിരുന്നു ഇഷ്ടം. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ് മാൻ ഗേ. പക്ഷേ പിന്നീട് വീണ്ടും വീണ്ടും ലേഖകൻ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അവർ സമ്മതിച്ചു. അങ്ങനെ ജനറൽ കോച്ചിൽ പോകാമെന്ന് തീരുമാനിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 घंटे का സഫർ. ലഗ്ഭഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 8 घंटे का സഫർ. സഫർ മീൻസ് യാത്ര. അപ്പോൾ അതായത് ദില്ലിയിൽ നിന്ന് 8 മണിക്കൂർ യാത്രയുണ്ട് ഹോഷിയാർപൂരിൽ എത്താൻ. സീറ്റ് ബുക്ക് ദി തോ ജ്യാദ പരേഷാനി നഹി ഹുയി. അപ്പോൾ എന്താണ് സീറ്റ് ബുക്ക് ചെയ്തായിരുന്നു ഓൾറെഡി, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ചട്ട് ഖിഡ്കി വാലി സീറ്റ് ജപ്പട്ടിലി. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്ത് ആദ്യം തന്നെ ചട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ഖിഡ്കി വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലിനടുത്തുള്ള സീറ്റ്, ഓക്കെ. ചപ്പട്ടിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിയിരിക്കുക, കയ്യേറുക എന്നൊക്കെ പറയാം. അപ്പോൾ എന്താണ് കുട്ടികൾ എന്താ ചെയ്തത്, കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇപ്പം എനിക്കാണെങ്കിലും എന്താണ് എവിടെയെങ്കിലും പോകുമ്പോൾ വിൻഡോ സീറ്റിലിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടാനാണ് നോക്കുക. അപ്പോൾ കുട്ടികൾ വിൻഡോ സീറ്റ് കണ്ടപ്പോൾ തന്നെ അവിടെ ചാടി ഇരുന്നു. സാരാ സാമാൻ സെറ്റ് കർമേ ഓർ പത്നി ബാത്തോമേ മഷ്ഹൂൽ ഹോ ഗയേ. എന്താണ് സാരാ സാമാൻ സെറ്റ് കർണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കിയിട്ട് ഞാനും വൈഫും എന്ത് ചെയ്തു, സംസാരത്തിൽ മുഴുകി. മഷ്ഹൂൽ ഗുണമെന്ന് വെച്ചാൽ മുഴുകുക, സംസാരത്തിൽ മുഴുകുക. സാരാ സാമാൻ സെറ്റ്. അപ്പോൾ അവരെല്ലാം കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ട് പിന്നെ അവർ സംസാരം തുടങ്ങി. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരൊരു യാത്ര പോവുകയാണ്, ഹോഷിയാർപൂരിലേക്കാണ് പോകുന്നത്. അവിടെ പോകുന്നൊരു ഷാദിമേം പാഗ്ലേനേക്കിൽ അല്ലെങ്കിൽ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ജനറൽ കോച്ചിലാണ് പോകുന്നത്. അപ്പം ലേഖകൻ്റെ കൂടെ ബീബി ബച്ചയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എത്താൻ എന്താണ് 8 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ അവർ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്. ഓക്കെ, സൈഡ് ക്വസ്റ്റ്യൻ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പിക്ചറിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്താണ്, ഒരു യുവതി അവിടെ വന്നിട്ടുണ്ട്. ആ യുവതിയുടെ കയ്യിൽ കുറച്ച് തുണിയാണെന്ന് തോന്നുന്നു, എന്തോ ഉണ്ട്. അപ്പോൾ അവർ പിന്നെന്താണ് ലേഖകനും അല്ലെങ്കിൽ ഈ സ്റ്റോറിയിലെ നായകനും വൈഫും കുട്ടികളും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇനി തുടങ്ങാൻ പോകുന്ന ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത് ബഡിയാ ഹെ. ദീദി ജമ്മുവിൽ നിന്നുള്ള ഷാൾ വാങ്ങും, ബഹുത് ബഡിയാ ഹെ. അപ്പം നമ്മൾ എന്താണ് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഓരോ സാധനങ്ങൾ കച്ചവടത്തിന് വരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു യുവതി കയറി വന്നിട്ടുണ്ട്. അപ്പോൾ യുവതി പറയുന്ന ഇതാണ്, ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത് ബഡിയാ ഹെ. ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കുന്ന ഷാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങും, വളരെ നല്ലതാണ്. ലേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങും, ബഡിയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. രംഗ് ബിരംഗി ഷോളോं का भारी गटर उठाए एक सावली सलोनी കജ്രാരി ആഖോം വാലി യുവതി പത്നിക്കോ ഇസ്രാർ കർണേ ലഗി. രംഗ് ബിരംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഷാളുകൾ ആ യുവതിയുടെ കയ്യിലുണ്ട്. ഭാരി ഗട്ടറുട്ടായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരി മീൻസ് വെയിറ്റ് ഉള്ള, ഗട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ട്, ഒരു വലിയ ബാഗിനകത്താണ് ഇത് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ഏക് സാവലി സലോനി കജ്രാരി. ഏക് സാവലി സലോനി എന്ന് വെച്ചാൽ ഒരു ഇരുണ്ട നിറമുള്ള കജ്രാരി ആഖോം വാലി യുവതി. കാജൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺമഷി എന്നാണ്. അപ്പോൾ കണ്ണൊക്കെ എഴുതിയിട്ടുള്ള ഒരു യുവതിയാണ് വന്നത്. യുവതി പത്നിക്കോ ഇസ്രാർ കർണയിലേക്ക്. ഇസ്രാർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി പറയുകയാണ് റൈറ്ററിൻ്റെ വൈഫിൻ്റെ അടുത്ത്. ഓക്കെ. അപ്പോൾ എന്താണ്, ഒരു യുവതി അവിടെ ഒരു കെട്ടൊക്കെ ആയിട്ട് വന്നു, ഒരു ബാഗിൽ കുറേ ഷാളൊക്കെ ആയിട്ട്. അപ്പം ആ യുവതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്, ഒരു ഇരുണ്ട നിറമുള്ള കണ്ണുകളൊക്കെ എഴുതിയ യുവതിയാണ്. അപ്പോൾ ആ യുവതി വന്നിട്ട് എന്താണ് ഈ ഷാൾ വാങ്ങുമെന്ന് പത്നിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചോദിക്കുകയാണ്, കിത്തനെ കി ഹെ, എത്ര രൂപയുടേതാണ് ഷാൾ? 2800 की. 2800 എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 250 എന്നാണ് പറഞ്ഞത്. 250 രൂപയാണ് അതിൻ്റെ വില. ഇത്തി മെഹങ്കി എന്ന് വെച്ചാൽ ഇത്തിനി മെഹങ്കി, ഇത്ര വിലയുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഇത്ര വില കൂടുതലാണോ എന്ന് പത്നി ചോദിക്കുവാണ്. ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. അപ്പോൾ ആ യുവതി പറയുകയാണ്, കൂടുതൽ
പീസസ് വാങ്ങുവാണെങ്കിൽ വില കുറച്ച് തരാം. കം കർണാന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറയ്ക്കുക. മുച്ചേ ദൂക്കാൻ ഹോലിഹേക്ക. അപ്പം പത്നി ചോദിക്കുന്നത് എന്താണ്, ഇത്രയും ഷാളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് കട തുടങ്ങാനൊന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രയും വാങ്ങേണ്ട കാര്യമില്ല. ലേ ലോന ബഹനോ ഓർ ഭാവിയോം കേലിയെ. അപ്പം ആ യുവതി പറയുവാണ് വാങ്ങിക്കോളൂ ബഹനോം ഓർ ഭാവിയോം കേലിയെ, അതായത് വീട്ടിലുള്ള മറ്റുള്ളവർക്ക്, അതായത് അനിയത്തിമാർക്കും മരുമക്കൾക്ക് അങ്ങനെയൊക്കെ ആളുകൾക്കൊക്കെ കൊടുക്കാം, അപ്പോൾ വാങ്ങിക്കോളൂ എന്ന് മറ്റുള്ളവർക്കും കൂടി വാങ്ങിക്കോളൂ എന്ന രീതിയിൽ പറയുവാണ്. മേനെ പത്നിക്കോ ഇഷാര കിയ തോ ഉസ്നെ ആഖേം തരേർക്കർ മുച്ചെ ചുപ് രഹനേക്ക സങ്കേത് കിയ. അപ്പോൾ എന്താണ്, മേനെ പത്നിക്കോ ഇഷാര കിയ, അപ്പോൾ വാങ്ങുമെന്ന രീതിയിൽ ആ ലേഖക് പത്നിയുടെ അടുത്ത് പറഞ്ഞു. തോ ഉസ്നെ ആഖേം തരേർക്കർ മുച്ചെ ചുപ് രഹനേക്ക സങ്കേത് കിയ. അപ്പോൾ എന്താണ് ആഖേം തരേർനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഇതിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രോധ് ദേഖന അല്ലെങ്കിൽ ദേഷ്യത്തോടെ നോക്കുക എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് നിങ്ങൾക്ക് ഓരോ പാഠത്തിൻ്റെയും ലാസ്റ്റ് അതിൻ്റെ മീനിങ്സ് ഹിന്ദിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ദേഷ്യത്തോടെ നോക്കിയിട്ട് മുച്ചേ ചുപ് രഹനേക്ക സങ്കേത് കിയ, എന്നോട് മിണ്ടാതിരിക്കുക എന്ന രീതിയിൽ വൈഫ് ദേഷ്യത്തോടു കൂടി നോക്കി. അച്ഛ 5 പീസ് ലൂത്തോ കിത്തനേക്ക് ദോഗി. അപ്പം പത്നി ചോദിക്കുവാണ് 5 പീസ് വാങ്ങുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് തരും. 200 रुपये പെർ പീസ് ലേ ലേന ദീദി. അപ്പോൾ 5 പീസ് വാങ്ങുവാണെങ്കിൽ 250 വരെ 200 രൂപയ്ക്ക്, ഒരു പീസിന് 200 രൂപയ്ക്ക് തരാം എന്ന് പറയുവാണ് ആ യുവതി. 100 रुपये പെർ പീസ്, പറ്റില്ല, 100 രൂപയ്ക്ക് തരണമെന്ന് ലേഖകൻ്റെ പത്നി പറയുവാണ്. ദീദി സോത്ത് ബഹുത് കം ഹേ. അപ്പം ആ യുവതി പറഞ്ഞ എന്താണ്, 100 രൂപ വളരെ കുറവാണ്. ബഹുത് കം ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. കഹത്തെ ഹുയെ ഉസ്കാ ഗല റൂൻ ഗയ ഓർ ഉസ്കി കജിരാരി ആഖേം ഫറായി. അപ്പം അത് പറയുമ്പോൾ എന്താണ്, ഗല രൂന്ദനാന്ന് വെച്ചാൽ തൊണ്ടയിടറുക. ഓർ ഉസ്കി കജിരാരി ആഖേം ഫറായി, ആ എഴുതിയ കണ്ണ് നിറഞ്ഞു. കാരണം അത്രയും വില കുറവാണ്. 100 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ യുവതിക്ക് അത് വളരെ നഷ്ടമായിരിക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താണ്, 100 രൂപ വളരെ കുറവാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എന്താണ്, ആ യുവതിയുടെ കണ്ണ് നിറഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു പോർഷനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമ്മൾ കറൻ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിഡ്കി എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അഞ്ജു ഹർബന്ദയാണ് എഴുതിയത്. ഇതൊരു ലഘു കഥയാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ ബൈ.